ഹായ് ഫ്രണ്ട്സ്, വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റൈസിൻ്റെ വീഡിയോ നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളി സബോളയും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ റൈസ് ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളിയും ഒരു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. പെരിഞ്ജീരകമൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് സബോള ചേർത്ത് കൊടുക്കാം. സബോള ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തായിരുന്നു കേട്ടോ. സബോളയൊക്കെ ഒന്ന് നല്ലോണം വാടി വരണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സബോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണ വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ എടുത്തത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലയാണ് കേട്ടോ. പൊടികൾ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒരു 5 മിനിറ്റ് നേരത്തോളം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ട ചേർക്കണില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേവിച്ച് വച്ചേക്കണ ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോറ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർക്കാതെയാണ് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ചോറിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാലയൊക്കെ ആകാൻ പാകത്തിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തോളം മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.